ഹായ്, എൻ്റെ ആദ്യത്തെ ന്യൂ ഇയറിലെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് അറിയാമല്ലോ, ചെറിയ ഉള്ളിയും ഡ്രൈഡ് പ്രോൺസ്, ഉണക്കച്ചെമ്മീൻ. അപ്പോൾ ഇതും കൊണ്ട് നമ്മളിന്ന് എളുപ്പം ഒരു ഡിഷ് ഉണ്ടാക്കുകയാണ്. പക്ഷെ ഉണ്ടാക്കുന്ന ആൾ ഞാനല്ല, അതൊരു സർപ്രൈസാണ്. ലാസ്റ്റ് കാണിക്കാം ആരാണിത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം നമ്മൾ ചീനച്ചട്ടി അങ്ങോട്ട് വെച്ചു. ഇത് ചെറിയ ഉള്ളിയാണ്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താണ്, ഗ്രൈൻഡ് ചെയ്യുവല്ല. എന്നിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഉണക്കച്ചെമ്മീൻ, നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്, വാലും തലയും ഒക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ആ ഡ്രൈഡ് പ്രോൺസ്, ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈഡ് പ്രോൺസ് അങ്ങോട്ടിട്ട്. ഉപ്പ് കുറവാണ്, ഡ്രൈഡ് ഉണക്കച്ചെമ്മീനാണേലും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ടത് വറുത്തെടുക്കുവാണ്. അപ്പോൾ ഉപ്പിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടു. കരിവേപ്പില എപ്പോഴും നല്ലതാണല്ലോ, ഒരു മണമൊക്കെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഇട്ട് മൂപ്പിച്ചെടുത്താൽ വറുത്ത് കോരി, ഇത്രയും മതി ഇത്. അതൊരു പാത്രത്തിലോട്ട് വറുത്ത് കോരി വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ കളയണ്ട, അതിനകത്തോട്ട് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇടുവാണ്. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം, വേണമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഉള്ള വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട്, ഫ്രൈ അല്ല, ജസ്റ്റ് സോട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഒരുപാട് കരിയണ്ട. അപ്പോൾ കുറച്ച് നേരം ഇട്ട് ഇളക്കണം. പക്ഷേ എന്നോട് കരുതി ഇട്ടിട്ടെങ്ങും പോകണ്ട, തിരിച്ച് വരുമ്പോഴത്തേക്ക് കരിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. കുറച്ച് നേരം നമ്മൾക്കിതൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ആകും, മിനിറ്റിനകം ഇത് റെഡിയാകും. ഇത്രയും പരുവത്തിലെത്തി, ഇത് മതി. ഇനിയിപ്പം നമ്മൾ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർക്കണം. നമ്മൾ കുറച്ച് ചുമന്ന മുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാർക്കറ്റിൽ അവൈലബിളാണ്, ക്രഷ്ഡ് റെഡ് ചില്ലി. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. രണ്ടും കൂടെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉണക്കച്ചെമ്മീൻ, ഡ്രൈഡ് പ്രോൺസ് അങ്ങോട്ട് ഇടുവാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. വളരെ എളുപ്പമാണ്. കുറേ നാൾ നമ്മൾക്ക് ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെളിയിൽ തന്നെ വെച്ചാൽ മതി. കുറേ നാൾ ഉപയോഗിക്കാം, മാസങ്ങളോളം. അപ്പം ഞങ്ങളുടെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഫിഷ് റെഡിയായി, സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ. നമ്മുടെ ഡ്രൈഡ് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കിയ ആളെ കാണിക്കട്ടെ. ഈ ആളാണ് ഉണ്ടാക്കിയത്, നസീമയാണ്.